ചെലവ് കുറച്ച് കേരളത്തിൽ എങ്ങനെയൊക്കെ പെര വെക്കാൻ പറ്റുന്നുള്ളതിന് പല ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ എന്താ പറയുക, അവനാന്റെ മനസ്സങ്ങോട്ട് സമ്മതിക്കണം. 1 2 കാല് മാറ്റി 3. ചങ്ങായിമാര് ഞങ്ങളെ നാട്ടിലെ ഒരു പഴയ തറവാട് വീട് പൊളിക്കുകയാണ്. അപ്പോൾ അതിന്റെ ചുമര് പൊളിക്കുന്നതും അതേപോലത്തെ പഴയ തറവാട് വീടിന്റെ മെയിൻ സ്ലേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലന്റെ മുകളിൽ കുരുടീസ് നിരത്തിക്കാണ്ട് അയിമ സിമെന്റ് തേച്ച് കാവിട്ട സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുക. അതൊക്കെ പൊളിച്ചടക്കണ അടിച്ചുപൊളി വിഷ്വൽസ് ആണ്. കാണിച്ചു തരാൻ വേണ്ടി പോകണം കേട്ടോ. ഇവിടെ ലെവലായില്ലേ, ഞാൻ പൊടിച്ചുകൂടി അണിപ്പണം കയ്യാ. വികാസം കൊടുക്കുക എന്നാ സീക്രം വേല സീക്രം ഇതാണ് പഴയ പെരന്റെ മുകളിലത്തെ കാവിലെ. അതല്ല വിറ്റുണ്ടെങ്കില് ആ കുരുടീസ് മൊത്തം പോയതുണ്ടോ? ഇത് പലന്റെ മുകളില് കുരുടീസ് വെച്ചിട്ട് അതിന്റെ മുകളിൽ തേച്ചിക്കാണ്ട് കാവിട്ടാട്ടോ. അങ്ങോട്ടേക്ക് ഇതാ കറുത്ത കാവിയാണ്. ഇതിന്റെ അടിഭാഗം വെട്ടിയാണ് ചർക്കലിട്ട് കാണാൻ വെച്ചിട്ടുണ്ടല്ലേ. ഇതാ ഫുള്ള് ചർക്കല് കേട്ടോ, ഫുള്ള് ചർക്കല്. ഇനി ഇതൊന്നും കാണാൻ കഴിയില്ല, റയർ സംഭവങ്ങളാണ്. കുരുടീസ് വേണോ വേണം. അപ്പൊ വെല്ല എടുത്താൽ മതി. അപ്പൊ കരാറാക്കണ്ട, കൂലിപ്പണി എടുക്കാം. ഇതിന്റെ പേടി എന്താ വെച്ചാല് ഈ കുരുടീസ് കൊണ്ട് പൊട്ടിപ്പോയാൽ പേടിയല്ലേ. ഒരു പ്രാവശ്യം പാടെ കണ്ടോളി. ഇതിന് അടിഭാഗം കണ്ടോ കേട്ടെ. ഇതാട്ടോ ചർക്കല്ലാണ്. ഇവിടെ 4 കട്ട ഒരുമിച്ച് കിട്ടിട്ടോ. അടിയിലെ സീലിംഗ് ടേപ്പ് നോക്കിയാണ്. ഓരോന്ന് നീ വല്ല പീസൊക്കെ വണ്ടി പോകണി ജോയിന്റിൽ അടിച്ചാൽ മതി. ജോയിന്റിൽ അടിക്കുക. ഇവ 1 എന്താ ജോയിന്റിൽ അടിച്ച 2 കളിക്കും. ഇവ എല്ലാ വേലയും തിരിയില്ല, ഇവ വേലം തിരിയും. സൂപ്പറാ വേല ചെയ്യണേ. ഒരു ചെറിയ സ്റ്റെപ്പ് ഉള്ളതാ. 1 ഇഞ്ചില്ലേ, 1 ഇഞ്ചിന്റെ പുട്ടുതല എന്തായി. അതായത് 2 ഇഞ്ച് വീതിയുള്ള ഈ തിലാമ്പല് 1 ഇഞ്ച് ഇങ്ങോട്ടും 1 ഇഞ്ച് ഇങ്ങോട്ടും. നമ്മള് സെന്ററിങ്ങിന് സീറ്റ് എത്ര മാതിരി. ഇപ്പത്തെ സ്പാനൊക്കെ എത്ര ഉണ്ടെന്ന് 5 ഇഞ്ച് വീതി ഉണ്ട്. അതിലാണ് സീറ്റ് എത്തുന്നത്. ഇത് 2 ഇഞ്ച് മേലാണ് പഴയ കാലത്തെ ആൾക്കാര് ഈ കുരുടീസ് വെച്ചിട്ടുണ്ട് 2 അടിന്റെ. എന്നാലും നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് വസ്വാസാ പെര പൊളിഞ്ഞു പോകും എന്നുള്ളത്. ഇവിടെയൊക്കെ ലിൻഡൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. അയ്യാ എന്നാ സയ്യ വേണം. കിട്ടി പാക്കണേ. ആ ഇടുക്കല്ല കായ്, ആ മരത്തിലാണ് കായ്. അടുത്തടുക്കല്ലോ അയ്യാ ഇതെടുക്കല്ലേ. പിന്നെ കേരളത്തിന്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്ക് എത്ര അട്ടി ബിൽഡിങ്ങും കേടുകൂട് വരാതെ എടുക്കണമെങ്കിൽ അങ്ങനെ എന്തേ പൊളിച്ചടക്കണമെങ്കിൽ പൊളിച്ചടക്കി തരും. ഏത് ഹെവി ഫില്ലർ ആയിക്കോട്ടെ, എന്തുണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് തരത്തിൽ ബിൽഡിംഗ് പൊളിക്കാനോ കോൺക്രീറ്റ് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ആ സ്പെഷ്യൽ ടീമാണ് ഈ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെ നാട്ടുകാരാ. പിടിക്കല്ലേ, നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടേ. നിങ്ങൾക്ക് എവിടെ പൊളിക്കാണ്ടെങ്കിലും വിളിച്ചോളി. അയ്യാ റെഡി. ഇപ്പൊ ഒരു പെരന്റെ പൗതി കട്ടിയാൻ കട്ടിയില്ലേ, സൺസൈഡ് ബീമ്, പോർച്ചിന്റെ ബീമ്, പോർച്ച് പൗതി കട്ട് ചെയ്യാൻ, സൺസൈഡ് മാത്രം എടുക്കാൻ, എല്ലാ പരിപാടിയും ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് പക്ക ചെയ്തറിഞ്ഞ ടീമാണ്. എന്തിന് പറഞ്ഞ് ചേളാരി സമസ്ത വരെ പൊളിച്ച നിങ്ങളല്ലേ, അതിനാക്കായി. ചേളാരി സമസ്ത പൊളിച്ചതൊക്കെ ഈ ടീമാട്ടോ. റോഡും പണി വികസനത്തിന്റെ ഭാഗമായിട്ട് കണ്ടമാനം വർക്ക് കിട്ടിയില്ലേ, അതോടെ നിങ്ങൾ ഫേമസ് ആയി ചെയ്ത്.
അപ്പം 4 എണ്ണം ഇങ്ങനെ വിളിച്ചാലോ ഇങ്ങോട്ട് അവിടെ കാണിച്ചു ഇതല്ലേ ഓക്കെ കുരുടീസിന്റെ ഉറപ്പ് സമ്മതിക്കണം. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാൻ കിട്ടോ. കുരുടീസിന്റെ ബ്ലോക്ക് വെച്ച് കണ്ട് ചുമര് കെട്ടുമ്പോ വരെ ചില ആൾക്കാർക്ക് പേടിയാ വാർപ്പ് താങ്ങോ എന്നുള്ളത്. എത്ര കാലം 10-30 കൊല്ലം പഴക്കുള്ള പേരയുണ്ട്. 30 അല്ലേ? ഇതിപ്പോഴും പൊളിച്ചില്ലാന്നുണ്ടെങ്കിലേ 1980 അങ്ങനെ 40 കൊല്ലം കൂട്ടിക്കോളി. ഇത് പൊളിച്ചില്ലാന്നുണ്ടെങ്കിലേ ഈ കുരുടീസൊക്കെ ഇതേപോലെ തന്നെ എടുക്കൂലേ. ഇത് പൊളിച്ചതുകൊണ്ട് മാത്രം നമ്മൾ കാണിക്കണേ. ഇങ്ങോട്ടേക്ക് ഒരു കുഴപ്പമില്ല. 2 അടിക്ക് മരത്തുമല ഈ സാധനം വെച്ച് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പഴയ ആൾക്കാരെ തല ചെലവ് കുറച്ച് കേരളത്തിൽ എങ്ങനെയൊക്കെ പെര വെക്കാൻ പറ്റും എന്നുള്ളതിന് പല ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ എന്താ പറയുക, അവനാൻ്റെ മനസ്സങ്ങോട്ട് സമ്മതിക്കണം. മനസ്സ് സമ്മതിക്കാത്തോടത്തോളം കാലം ചെലവ് ചുരുക്കാൻ പറ്റൂല. ഇതാ ഈ കൗക്കൽ വരാൻ പോട്ടോ. ലാസ്റ്റ് ആട്ടതാ ഒരു റൂമിന്റെ സിറ്റ് ഔട്ടിന്റെ ലാസ്റ്റ് ഏരിയ പിടിച്ചോ. മോളിന് പൊളിച്ചിട്ട് 2 അടിന്റെ കുരുടീസ് മൊത്തം എങ്ങനെയാണ് താഴത്തേക്ക് ഇറക്കണം എന്നുള്ള ടെക്നിക്ക് കണ്ടോളി. ഇങ്ങനെയാണ് വെക്കുക സമത്തില് ഒരൊറ്റ ഉണ്ട്. അതാ പോണി സുറ വേണ്ട ഇറക്കി കൊടുക്കുക. സീക്രം കട്ട കൈ തരുന്നേ കാണാൻ പാടുള്ളൂ. നെക്സ്റ്റ് കയ്യേ പാര് കാലേ പാര് മുഞ്ചേ പാര്. ആ കൈ നോക്കണം കേട്ടോ. എത്ര പെട്ടെന്ന് ഇറക്കണോ. നമ്മളൊരൊറ്റ ഉന്താണ് ഉന്തി എന്താ ലാഭം എന്നറിയോ? ആ കൊയഞ്ഞു പോക്ക് നിന്നോളൂ. 2 വെച്ച് പോവോ. ബിൽഡിംഗ് പൊളിയിൽ ഓരോ സൈറ്റിൽ ഓരോ സെറ്റപ്പ് ആട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫുള്ളായിട്ട് അടിച്ചുപൊളിയാണ്. ഇവിടെ കല്ലൊന്നും മാണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യാ, ഇടത് വലത് കൈ കറക്റ്റ് ആക്കി പിടിച്ചുകൊണ്ട് ഇതാ നേരെ എന്തുകൊണ്ട് അടിക്കതാ. 2 3 4 ഇതാ എത്ര കല്ല് വന്നിക്കണി. ഇതാണ് കിടച്ചോ മതി. പെര പൊളിക്കാൻ പോണോല്ലേ ഏകരത്തുന്നില്ലേ ബാലൻസ് ചെയ്യാൻ കഴിയണം. ഒരക്കല്ല് പേരന്റെ മിറ്റത്ത് കിട്ടാലോ. ഒരു പൂതിക്ക ഇതാട്ടോ അരക്കല്ലാണേ. ഏറെ ഉണ്ടാക്കിയണി ഒന്ന് കാല് മാറ്റിക്ക 2 ഇങ്ങോട്ട് മാറ്റിക്ക 3. ആ 3 കല്ല് ഊരണ്ടെങ്കിലേ
പിന്നെ കാലെന്ത് ചെയ്യാന്ന് പറയാം, ഇവിടെ വെക്കുക. 1 എന്നിട്ട് കാല് ഇങ്ങോട്ട് വെക്കുക, 2 കാല് ഇങ്ങോട്ട് വെക്കുക, 3 അപ്പുറം 4. ഇനി അതേമാതിരി ഒന്നും കൂടെ കാണിച്ചതാ. പഠിക്കാനുള്ള ആൾക്കാരുണ്ടാവും, കണ്ടോളി. 1 2 കാല് മാറ്റി, 3 4.5. ഇങ്ങനെയാണ് വീടും ബിൽഡിങ്ങും പൊളിക്കല് അവിടെ. പിന്നെ ഫുള്ള് അടിച്ചു പോലെ കേട്ടോ, അതിനാ കിട്ടി. ഇനി അവിടെ ഒരു വീടെന്ന സ്വപ്നത്തിൽ ഒരുപാട് ആൾക്കാരെ ഒരു സ്വപ്നമാണ് മരത്തിന്റെ ഒരു വാതിൽ വെക്കുക എന്നുള്ളത്. ഇതാ എടുത്തോണ്ടോണി. ഏയ് ഒരു വാതിൽ കിട്ടോ? ഈ വാതിലൊക്കെ അവിടെ വെച്ചതെന്ന് അറിയോ? ഇവിടെ കണ്ടോ, ഇതിപ്പോ ലിവിങ് റൂമാണ് പഴയ വീടിന്റെ. ഈ ലിവിങ് റൂമിന്റെ തേച്ച് പരിപാടി കഴിഞ്ഞതിന് ശേഷം ആ തേപ്പിന്റെ മുകളിലാണ് എന്തെടുക്കേണ്ടത്, കട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐഡിയകള് പെരപ്പണിയിൽ നമുക്ക് കൂടുതൽ വസ്വാസ് പാടില്ല എന്നുള്ളതിൻ്റെ കുറച്ച് തെളിവുകളാണ് ഈ ചെറിയ ഒരു പെര പൊളിക്കുന്നതിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഹെവി വീഡിയോ നെക്സ്റ്റ് കാണിച്ചു കേട്ടോ. അപ്പോൾ വൈൻഡപ്പ്.